നമസ്കാരം. കേരളത്തിന്റെ പൊതുഗതാഗതത്തിന്റെ നട്ടെല്ലായ KSRTC ഇന്ന് വീണ്ടും ഒരു നിർണായക തീരുമാനത്തിന്റെ വഴിത്തിരിവിലാണ്. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കും ആശ്വാസമായി മാറിയ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി വലിയ ജനപിന്തുണ നേടിയെങ്കിലും പദ്ധതിയുടെ പ്രായോഗിക നടത്തിപ്പിൽ ചില വെല്ലുവിളികൾ ഉയർന്നു വന്നിരുന്നു. ഒരേ സമയം വലിയ സംഘങ്ങൾ ബസ്സുകളിൽ കയറുന്നതോടെ സ്ഥിരം യാത്രക്കാർക്ക് സീറ്റ് പോലും ലഭിക്കാത്ത സാഹചര്യങ്ങൾ പല റൂട്ടുകളിലും ആവർത്തിച്ചു. ഓഫീസുകളിലേക്കും ആശുപത്രികളിലേക്കും വിദ്യാലയങ്ങളിലേക്കും സമയബന്ധിതമായി എത്തേണ്ട സാധാരണ യാത്രക്കാരാണ് ഇതിന്റെ ആഘാതം കൂടുതൽ അനുഭവിച്ചത്. അതിനൊപ്പം ടിക്കറ്റ് വിതരണത്തിലും ഇപ്പോൾ വലിയ ക്രമക്കേട് കണ്ടെത്തിയിരിക്കുകയാണ്. ടിക്കറ്റ് വിതരണത്തിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് KSRTCയുടെ സൗജന്യ യാത്രാ പദ്ധതിയായ പ്രിയദർശിനിയിൽ ഗ്രൂപ്പ് ടിക്കറ്റ് വിതരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. പരമാവധി 5 ടിക്കറ്റ് വരെ ഒരുമിച്ച് നൽകാൻ കഴിയുന്ന വിധത്തിലേക്കാണ് ഗ്രൂപ്പ് ടിക്കറ്റിംഗ് സംവിധാനം മാറ്റിയത്. സർക്കാരിന് നഷ്ടമുണ്ടാക്കുന്ന വിധത്തിൽ ചില കണ്ടക്ടർമാർ അധിക ടിക്കറ്റ് നൽകിയതിനെ തുടർന്നാണ് നടപടി. തനിച്ചു യാത്ര ചെയ്ത സ്ത്രീക്ക് കണ്ടക്ടർ 9 ടിക്കറ്റ് നൽകിയതായി പരാതി ഉയർന്നിരുന്നു. ഇതേ തുടർന്ന് ബുധനാഴ്ച പകൽ ഗ്രൂപ്പ് ടിക്കറ്റിംഗ് പൂർണ്ണമായും നിർത്തി. ഒരു ടിക്കറ്റ് വീതം അച്ചടിക്കാൻ കഴിയുന്ന വിധത്തിൽ ടിക്കറ്റ് മെഷീനുകളിൽ മാറ്റം വരുത്തിയിരുന്നു. എന്നാൽ സംസ്ഥാന വ്യാപകമായി കണ്ടക്ടർമാർ ഇതേക്കുറിച്ച് പരാതിപ്പെട്ടതിനെ തുടർന്ന് രാത്രിയോടെ 5 ടിക്കറ്റ് വരെ ഒരുമിച്ച് നൽകാനാകുന്ന വിധം പരിഷ്കരിക്കുകയായിരുന്നു. KSRTC നൽകുന്ന സൗജന്യ യാത്രയ്ക്ക് സർക്കാർ പണം നൽകുമെന്നതാണ് പ്രിയദർശിനി പദ്ധതിയുടെ വ്യവസ്ഥ. ഒരുമിച്ച് യാത്ര ചെയ്യുന്നവർക്ക് ഒറ്റ ടിക്കറ്റ് നൽകാൻ കഴിയുന്ന വിധത്തിലായിരുന്നു നിലവിലെ ക്രമീകരണം. യാത്രക്കാരുടെ എണ്ണം കൂട്ടിക്കാണിക്കാൻ ചില കണ്ടക്ടർമാർ തനിച്ച് യാത്ര ചെയ്യുന്നവർക്കും യാത്രക്കാരുടെ എണ്ണം കൂട്ടിക്കാണിച്ച് ടിക്കറ്റുകൾ നൽകി. യാത്രാക്കൂലി ഈടാക്കുന്നതിനാലും ടിക്കറ്റിൽ തുക രേഖപ്പെടുത്താത്തതിനാലും ഭൂരിഭാഗം യാത്രക്കാരും ഇത് ശ്രദ്ധിക്കാത്തതാണ് ചില ജീവനക്കാർ മുതലെടുത്തത്. പ്രിയദർശിനി പദ്ധതി അട്ടിമറിക്കാനുള്ള പ്രതിപക്ഷ സംഘടനകളുടെ നീക്കമാണിതെന്ന ആരോപണം ഇതിനിടെ ഉയർന്നിട്ടുണ്ട്. ടിക്കറ്റ് നൽകാതിരിക്കുന്നത് സ്ഥാപനത്തിന് സാമ്പത്തിക നഷ്ടമുണ്ടാക്കുമെന്നും യാത്രക്കാർ ഉണ്ടെന്ന വ്യാജേന വെറുതെ ടിക്കറ്റ് നൽകുന്നത് സർക്കാരിനെ കബളിപ്പിക്കുന്നതിന് തുല്യമാണെന്നും കണ്ടക്ടർമാർക്ക് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. യാത്രാക്കൂലി ഈടാക്കുന്നില്ലെങ്കിലും ടിക്കറ്റ് നൽകാത്ത കേസുകളിൽ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കുന്നുണ്ട്. ഗ്രൂപ്പ് ടിക്കറ്റ് നിർത്തിയത് കണ്ടക്ടർമാർക്ക് അധിക ജോലിഭാരവും സ്ഥാപനത്തിന് അധിക ബാധ്യതയും ഉണ്ടാക്കുന്നതാണ്. ഒരുമിച്ച് യാത്ര ചെയ്യുന്നവർക്ക് കണ്ടക്ടർ പ്രത്യേകം ടിക്കറ്റ് ഇനി നൽകേണ്ടി വരും. ഓരോ ടിക്കറ്റിനും 14 പൈസ വീതം ടിക്കറ്റ് മെഷീൻ നൽകി ഓൺലൈൻ സംവിധാനം നിയന്ത്രിക്കുന്ന ചലോ കമ്പനിക്ക് കൂലി നൽകണം. സ്ത്രീ യാത്രക്കാരിൽ വർധനയുണ്ടായതോടെ ഓർഡിനറി ബസ്സുകളിൽ കടുത്ത തിരക്കാണ്. ഇതിനിടെ പ്രത്യേകം ടിക്കറ്റ് നൽകേണ്ടി വരുന്നത് ജോലിഭാരം കൂട്ടും. എന്നാൽ ഇതോടെ ചർച്ചകളും അവസാനിക്കുന്നില്ല. വലിയ വനിതാ സംഘങ്ങളുടെ യാത്രകൾക്ക് പ്രത്യേക സർവീസുകൾ ഏർപ്പെടുത്തുന്നതോ മുൻകൂർ ബുക്കിംഗ് സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതോ പോലുള്ള ദീർഘകാല പരിഹാരങ്ങളാണ് ഇനി ആവശ്യപ്പെടുന്നത്. കാരണം ഒരു ബസ് യാത്ര വെറും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്കുള്ള സഞ്ചാരം മാത്രമല്ല, അത് സമയത്തിന്റെയും തൊഴിൽ എന്നതിന്റെയും ചികിത്സയുടെയും വിദ്യാഭ്യാസത്തിന്റെയും ജീവിതത്തിന്റെയും കൂടി ഭാഗമാണ്. ക്ഷേമവും കാര്യക്ഷമതയും ഒരേ പാതയിലൂടെ സഞ്ചരിക്കണമെങ്കിൽ പൊതുഗതാഗത നയങ്ങൾ കാലത്തിനനുസരിച്ച് മാറേണ്ടതുണ്ട്. പ്രിയദർശിനി പദ്ധതിയുടെ ലക്ഷ്യവും KSRTCയുടെ സേവന നിലവാരവും ഒരുപോലെ സംരക്ഷിക്കുന്ന സന്തുലിത സമീപനമാണ് ഇനി പരീക്ഷിക്കപ്പെടുന്നത്. ഈ പുതിയ നിയന്ത്രണം ആ സന്തുലിതാവസ്ഥയിലേക്കുള്ള ആദ്യ ചുവടാകുമോ എന്നതാണ് കേരളം ഉറ്റുനോക്കുന്നത്.